നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നവഗ്രഹങ്ങളിൽ സേനാനായകനായ സത്വത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, സാഹസികതയുടെ ഒക്കെ പ്രഭാകേന്ദ്രമായ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. ചൊവ്വ 2025 ഡിസംബർ 7-ാം തീയതി ധനുരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 1201 മകരമാസം 1-ാം തീയതി വരെ, അതായത് 2026 ജനുവരി 15 വരെ ചൊവ്വ ധനുരാശിയിലാണ്. പിന്നെ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 3 രാശികൾ വൃശ്ചികം, ധനു, മകരം, ചൊവ്വ വളരെ ബലവാനാണെന്ന് അറിയുക. ഇപ്പോൾ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്നു. ഏതെല്ലാം രാശിക്കാർക്ക് ഈ ചൊവ്വ നന്മകളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്കാദ്യം ചിന്തിക്കാം. മേടം രാശിക്കാർക്കും, കർക്കിടകൻ രാശിക്കാർക്കും, തുലാൻ രാശിക്കാർക്കും, വൃശ്ചികൻ രാശിക്കാർക്കും, ധനുരാശിക്കാർക്കും, കുംഭൻ രാശിക്കാർക്കും, മീനം രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. മറിച്ച് ഇടവൻ രാശിക്കാർക്ക്, മിഥുനൻ രാശിക്കാർക്ക്, ചിങ്ങൻ രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, മകരൻ രാശിക്കാർക്കും ഈ ചൊവ്വ മിശ്ര ഫലങ്ങളെയും പ്രദാനം ചെയ്യാം, അല്ലെങ്കിൽ ദോഷഫലങ്ങളെയും പ്രദാനം ചെയ്യാം. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ കാരകധർമ്മം എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഭ്രാത സത്വഞ്ച ഭൗമ ക്ഷിതിരപി. ഭ്രാത സഹോദര കാരകനാവുന്നു ചൊവ്വ. സത്വമെന്നാൽ ഇളകാത്ത മനസ്ഥിതിയാണ്. സാഹസികത, ധൈര്യം, എന്തിനേയും പ്രതിരോധിക്കുവാനുള്ള ചങ്കൂറ്റത്തെയൊക്കെയാണ് നാം സത്വബലം എന്ന് പറയുന്നത്. അത് ചൊവ്വയുടെ കൈമുതലാണ്. ക്ഷിതിരപി, ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. ചൊവ്വ ഭൂമികാരകനാണ്. അതിനാൽ ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും, കൺസ്ട്രക്ഷൻ മുതൽ ഭൂമി ക്രയവിക്രയങ്ങൾ, ഭൂമിയുടെ ലാഭം, ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ ബലവും കൂടി നാം അറിയേണ്ടതുണ്ട്. ഇവിടെ ചൊവ്വ ധനുരാശിയിൽ തൻ്റെ സുക്ഷേത്രത്തിൽ വളരെ ശക്തരായി നിലകൊള്ളുന്നു. അതിനാൽ നമുക്ക് ഓരോ രാശിക്കാരുടെയും ചാരവശാൽ ഈ ചൊവ്വയുടെ മാറ്റം എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയം ചിന്തിക്കാം, ചർച്ച ചെയ്യാം. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ചാരവശാൽ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്നു, 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2 വിഷയങ്ങളാണ് കർക്കിടക രാശിക്കാർക്ക് ചൊവ്വ ചെയ്യുന്നത്. ഒന്ന്, 10-ാം ഭാവത്തിൻ്റെ ആധിപത്യമാണ്. അവരുടെ കർമ്മം, തൊഴിൽ, നല്ല ഭൃത്യന്മാർ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന, എല്ലാ കർമ്മങ്ങളും ചിന്തിക്കേണ്ടുന്ന ഭാവം. മറ്റൊന്ന് അവരുടെ സന്താനങ്ങൾ, ബുദ്ധി, മന്ത്രിജോലി. ഇവിടെ 6-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ജോലി മേഖലയിലും ബൗദ്ധിക തലത്തിലും വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാനും ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും കഴിയും. തൻ്റെ അധികാരം ഊട്ടി ഉറപ്പിക്കാൻ വളരെയധികം പ്രതിജ്ഞാബദ്ധനായി ഈ ചൊവ്വ നിലകൊള്ളും. അത്ര ശക്തമാണ് 6-ൽ നിൽക്കുന്ന ചൊവ്വ. ബലവാൻ ശത്രു ജിതശ്ച ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ ജയിക്കും 6-ൽ ചൊവ്വ നിൽക്കുമ്പോൾ. ഇവിടെ 12-ൽ വ്യാഴമാണ്. അതൊന്നും ഇവിടെ ബാധിക്കില്ല. ഈ 40 ദിവസക്കാലം ഈ ചൊവ്വ അതിശക്തനായി അനുകൂലമായി വർത്തിക്കും കർക്കിടക രാശിക്കാർ. പല കാര്യങ്ങളിലും, കർമ്മമേഖലയിലായാലും ബൗദ്ധിക തലത്തിലായാലും പല ഉത്തരവാദിത്തങ്ങളേറ്റ് നടത്താനും ആസ് എ മിഡിൽമാൻ, ബ്രോക്കറേജ്, തൻ്റെ ബുദ്ധി നന്നായി ഉപയോഗിക്കും. അവിടെ ധനസമ്പാദനത്തിൽ മാത്രം ശ്രദ്ധിക്കണം. എത്ര കാശ് വന്നാലും അത് മറ്റു രീതിയിലേക്ക് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ അത് വളരെയധികം ശ്രദ്ധിക്കുക. ന തിഷ്ഠന്തി ഷഷ്ടേ അരയഹ അങ്കാരകൈ വൈ തതങ്കേരുത സങ്കരേ ശക്തിമന്ദ. എത്ര ശക്തിയുള്ള ശത്രുവും 6-ൽ ചൊവ്വ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പതറിപ്പോകും. മുന്നിൽ നിൽക്കില്ല, ഭയമായിരിക്കും 6-ൽ ചൊവ്വ വന്നാൽ, 6-ൽ ചൊവ്വയുള്ള വ്യക്തിയോട്. അതിനാൽ കർക്കിടക രാശിക്കാരോട് ഈ ഒരു സമയം 40 ദിവസക്കാലം പൊരുതി ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നറിയുക. മനീഷ സുഖി വാന്ന തദ്വത് വിലീയത വിത്തം ലഭേദാവി ഭൂരി. തൻ്റെ ബുദ്ധി അങ്ങേയറ്റം തനിക്ക് ഉപയോഗിക്കാൻ പറ്റും. എത്ര ധനം കിട്ടിയാലും അത് ചെലവഴിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ചൊവ്വ നിൽക്കുന്നത് കടസ്ഥാനത്താണ്, ഋണസ്ഥാനത്താണ്, തസ്കരസ്ഥാനത്താണ്. പലപ്പോഴും ആരെങ്കിലും കാശ് ഉണ്ടാകുമ്പോൾ പറഞ്ഞ് കടം വാങ്ങുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തട്ടിപ്പിനോ ഉപയോഗിക്കും തൻ്റെ ധനമെന്ന് തിരിച്ചറിയുക.
അല്ലെങ്കിൽ ചൊവ്വ വളരെയധികം സമൃദ്ധി പ്രദാനം ചെയ്യും. ഇവിടെ രാജയോഗമുണ്ട്. 6-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതൊരു രാജയോഗമാണ്. അതിനാൽ നന്നായി ശത്രു സംഹാരമല്ലേ ചെയ്യേണ്ടത്. വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങിയാൽ ഈ ചൊവ്വ ഇറ്റ് വിൽ ഡു മിറക്കിൾസ് ടു ക്യാൻസർ സയൻസ്. കർക്കിടക രാശിക്കാർ നന്മകൾ പ്രദാനം ചെയ്യും, ഒരു സംശയവുമില്ല. നന്ദി, നമസ്തേ.